ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോർട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കുഞ്ഞുമില്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ്. ദോശയും അതുപോലെ തന്നെ ഒരു ബാജിക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റുള്ളൊരു ഫുഡ് പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു ദോശ ആ ഒരു ബാജിക്കറി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദോശ ആയിട്ട് ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴാണ് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ നമ്മൾ ദോശ ഇതുപോലെ തന്നെ ആ ഒരു ബാജിക്കറിയും കൂടി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഒരു പണിയാണ് അതൊക്കെ ഒന്ന് അടിച്ചു തരിക എന്നുള്ളത്. മുറ്റം അടിച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു തരട്ടെ. പിന്നെ എനിക്ക് ഇന്ന് നമ്മൾ കൊണ്ടോട്ടി വരെ പോകാനുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കാനുണ്ട്, ഒരു പാൻറ്റ് ചേഞ്ച് ആക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ബേക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ അനിയനക്ക് കഞ്ഞി കൊടുക്കുകയാണ്. അപ്പോൾ കഞ്ഞി അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് മച്ചി. അപ്പോൾ അതുകൊണ്ടും കൂടി കഴിക്കാണ് കേട്ടോ. അതിന് ശേഷം ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാൻ പോയപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വന്നതിന് ശേഷം ലഞ്ച് കഴിക്കുന്നത് 5 മണി 5:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വന്നത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ലഞ്ചും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഇതും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ ഡ്രസ്സ് കാണിച്ചു തരാം. നമ്മൾ ഒരു പ്രെയർ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ പാൻറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മളെ പാൻറ്റ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മടക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ എത്ര ഇട്ടാലും അത് പോരില്ല കേട്ടോ, നല്ല വൃത്തിയൊക്കെ കിട്ടും. അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻറ്റ് 2 ഭാഗമായിട്ട് ഇങ്ങനെ മടക്കുക. നമ്മൾ സാധാരണ മടക്കില്ലേ. അതിന് ശേഷം ആ ഒരു ഭാഗം ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുക, ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക കേട്ടോ. നല്ലതായിട്ട് വൃത്തിക്ക് നിൽക്കും. പിന്നെ നമ്മൾ ഷെൽഫിലൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടാവും. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഒന്ന് റോൾ ചെയ്ത് വന്നതിന് ശേഷം അതിൽ ഒരു കാലിൻ്റെ ആ ഒരു അറ്റം ഇങ്ങനെ ഇങ്ങനെ മാറ്റിയെടുക്കുക. എന്നിട്ട് മാറ്റത് ആ ഒരു റോൾ അങ്ങനെ ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ ബാക്കി ആക്കിയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിങ്ങനെ നമ്മൾ കൈ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. നല്ല വൃത്തിയൊക്കെ നിൽക്കും. എത്ര ഇട്ടാലും ഒരു കുഴപ്പമുണ്ട് വരില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ മേലെ പോയി ഡ്രസ്സൊക്കെ ചിക്കാണ് കേട്ടോ. നമ്മൾ വെയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിക്കുന്നതാണ്. പിന്നെ മഴയൊക്കെ വരും, അപ്പോൾ പിന്നെ മേലെ കൊണ്ടുപോയി ചിക്കേണ്ടി വരും കേട്ടോ. ഒന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ എല്ലാ ഡ്രസ്സും കൊണ്ടുപോയി മേലെ ചിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിക്കുമ്പം നമുക്ക് നാളെ പെട്ടെന്ന് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മെഷീനിലിട്ടൊന്ന് ഉണക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും ഉണങ്ങി കിട്ടില്ല, നല്ല പ്രയാസമാണ് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ നമ്മൾ മെഷീനിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറുതായിട്ട് ലൈറ്റിന് കുറവുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത്. ആ ഒരു വാങ്ങൊക്കെ കൊടുക്കാൻ നേരത്താണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ക്ലിയർ കുറവുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് എല്ലാം ഒന്ന് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നല്ല സുഖമാണ് ഉണക്കിയെടുത്താൽ, അല്ലാതെ നമ്മൾക്കൊന്നും ഉണങ്ങി കിട്ടില്ല കേട്ടോ. നല്ല പണിയാണ് ഉണങ്ങി കിട്ടാൻ. അതിനുശേഷം നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിക്കും. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ആകാശം കണ്ടതിനാൽ നല്ല ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബായ്, അസ്സലാമു അലൈക്കും.